ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാമിൻ്റെ അനാലിസിസ്, കമാൻഡ് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് പല സബ്സ്ക്രൈബേഴ്സും സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഒപ്പം തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്കോറുകൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് സ്കോറുകളാണ്. ഡിഫിക്കൽറ്റി ലെവല്, കട്ട് ഓഫ് മാർക്ക്, കുസാറ്റ്, രാജഗിരി ടോപ്പ് കോളേജുകളിലൊക്കെ പലരും കട്ട് ഓഫ് മാർക്ക് റേഞ്ച് എങ്ങനെയാണ്, അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തിട്ടാണ്. ഡിസ്കഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുന്നു. പലപ്പോഴും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടുന്ന പല മെസ്സേജുകളും ക്വറിയും ഡൗട്ട്സുകളൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ കവർ ചെയ്ത വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ വീഡിയോസുകളൊക്കെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ വളരെ ലോ MB, അതായത് വീഡിയോ കാണുമ്പോഴുള്ള MB വളരെ ലോ ആയിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ വളരെ ചെയ്യുന്നത്. വളരെ ഗ്രാഫിക്സോ മറ്റു കാര്യങ്ങളൊക്കെ വളരെ കുറച്ചിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ്. ഡാറ്റ വളരെ കുറച്ച് കൺസ്യൂം ചെയ്യുന്ന കൈൻഡ് ഓഫ് വീഡിയോസാണ് എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പം ഒരുപാട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുമില്ല. പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നത് കമാൻഡ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, MBA ഒന്നാം വർഷം രണ്ടാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളും ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രസക്തമായ വിഷയങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസുകൾ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിൽ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പലതും ഉണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എക്സാം അനാലിസിസിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പീരീഡിൽ നമ്മുടെ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ മാത്രമല്ല, തുടർന്ന് നിങ്ങളുടെ MBA പഠനത്തിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഈവൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ വരെയുണ്ട്. അപ്പം ത്രൂഔട്ട് നിങ്ങളുടെ MBA ചാനൽ MBA ക്ലൗഡ് ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നു. എക്സാം അനാലിസിസ് കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി 2025 കമാൻഡ് എക്സാമായിട്ട് ഉള്ളൊരു കമ്പാരിസനാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. ഇതിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ 100% ആക്യുറേറ്റ് ആയ കാര്യങ്ങളൊന്നും ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓവറോൾ നമ്മുടെ എക്സാമിൻ്റെ 4 സെക്ഷൻസും അനലൈസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി ലെവൽ ഉള്ളതായിട്ടാണ് നമ്മൾ ഈ എക്സാം തോന്നുന്നത്. ഡിഫിക്കൽറ്റി ലെവൽ കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള എക്സാമായിട്ടാണ് തോന്നുന്നത്. സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ടായിട്ട്, എസ്പെഷ്യലി GK സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വർഷത്തെയായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് തോന്നി. ഇംഗ്ലീഷിലെ കുറച്ച് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. പക്ഷേ മാത്സും ലോജിക് റീസണിങ്ങിലൊക്കെ ഏറെക്കുറെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ സ്കോർ എക്സ്പെക്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊഫഷ്യൻസി ഒക്കെ പോലെ ഇരിക്കും. GKയിലെ കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ റെലവൻ്റ് ആണോ എന്ന് പോലും തോന്നിപ്പോയി ഞങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. നോബൽ പ്രൈസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ 2020 നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ് എന്നുള്ള ചോദ്യമൊക്കെ 2026 നടക്കുന്ന ഒരു എക്സാമിന് ചോദിക്കുന്നതിൻ്റെ പ്രസക്തിയൊക്കെ നമുക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നി. പക്ഷെ എന്ത് തന്നെയായാലും ഒരു ഓവറോൾ ഞങ്ങളുടെ അനാലിസിസ് കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ഹൈ ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2025 ഹയസ്റ്റ് കിട്ടിയ മാർക്ക് 619 ആയിരുന്നു. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു കുട്ടിയുടെ മാർക്ക് 619 ആയിരുന്നു. നമ്മുടെ തന്നെ സബ്സ്ക്രൈബർ, നമ്മുടെ ചാനൽ തന്നെ ഫോളോ ചെയ്യുന്ന ടോപ്പ് സന്തോഷമുള്ള ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തെ ടോപ്പ് റാങ്കേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്. ഈ വർഷം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പം 720 619 നേടിയ ഒരു വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വർഷം ടോപ്പായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എക്സ്പെക്റ്റഡ് സ്കോർ, ഈ വർഷത്തെ ഹയസ്റ്റ് സ്കോർ, നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ, നമ്മൾ കുറച്ച് വിദ്യാർത്ഥികളുടെ കമൻറ്റ് ചെയ്തിരുന്നു. നമ്മളൊരു ഹയസ്റ്റ് സ്കോർ 550-നും 600-നും ഇടയ്ക്ക് വരാനായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹയസ്റ്റ് ടോപ്പ് സ്കോർ, ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് സ്കോർ 550-നും 600-നും ഇടയ്ക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ 575 മാർക്ക് 580 മാർക്കോളം കിട്ടിയെന്ന് ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പം അങ്ങനത്തെ സിനാരിയോയിൽ ഇത് തന്നെയാണ് നമ്മുടെ റേഞ്ച്. കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ലെവൽ ഉള്ളതുകൊണ്ട് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഹയസ്റ്റ് സ്കോർ ഇതാണ് അറിയുന്നത്. അപ്പം കഴിഞ്ഞ വർഷത്തായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില അനാലിസിസും കൂടെ ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഒരുപക്ഷെ ഈ വർഷത്തെ റേഞ്ചുകൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കാം.
കഴിഞ്ഞ വർഷത്തെയോട് കമ്പയർ ചെയ്യുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഫസ്റ്റ് റാങ്ക് കിട്ടിയ 619 അതേസമയം 600 മുകളിൽ വന്ന കാൻഡിഡേറ്റ് 3 പേർക്കാണ് കഴിഞ്ഞ തവണ 600 മുകളിൽ സ്കോർ കിട്ടിയത്. അപ്പം അതിൻ്റെ ഒരു സ്കോറിൻ്റെ പാറ്റേൺ നമുക്ക് പറയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് 500 മുകളിലേക്കുള്ള സ്കോർ എടുക്കുകയാണെങ്കിൽ 40ഓളം പേരാണ് 500 മുകളിലേക്കുള്ള. കൃത്യം നമ്പർ ഞാൻ എക്സാക്ട്ലി ഒരു 38 30 അങ്ങനെ ഒരു നമ്പറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അപ്പം 400 മുകളിലോട്ടുള്ളത് 500 മുകളിലോട്ടുള്ളൊരു 40 പേരാണ്. അപ്പോൾ അത് തന്നെ 375 പിന്നീട് വരുന്ന അടുത്തൊരു ബെഞ്ച് മാർക്കിങ് എടുത്ത് 375 മുകളിലോട്ടുള്ള ഒരു 400 പേരാണ്. ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പം ഒരേ സ്കോർ കിട്ടിയ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ GD ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ സ്കോർ കാർഡ് വരുമ്പോൾ ഫസ്റ്റ് സ്കോർ റിലീസ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. എല്ലാവരുടെയും മാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒരേ മാർക്ക് കിട്ടിയ ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അഗൈൻ അപ്പം 370 മുകളിലോട്ടൊരു 400ഓളം പേരാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. പിന്നീട് അടുത്തൊരു ബെഞ്ച് മാർക്ക് എടുത്ത് 325 മുകളിലോട്ടൊരു 1000 പേരോളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 400-നടുത്തോളം ആളുകളാണ് എക്സാം എഴുതിയത്. അതിൽ ഓൾമോസ്റ്റ് ഒരു 98.8 ആൾക്കാരോളം ആൾക്കാർക്കോളം 72 മുകളിൽ മാർക്ക് കിട്ടുകയുണ്ടായി. അപ്പം ഒരുപക്ഷെ റിസർവേഷൻ കാറ്റഗറികൾ കൂട്ടുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ ക്വാളിഫൈഡ് ഉണ്ടായിട്ടുണ്ടാകണം. അപ്പോൾ അങ്ങനെ 500-200 സംതിങ് ആൾക്കാർ ഈ 72 മുകളിലോട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. എക്സാം പൊതുവെ ക്വാളിഫൈഡ് ആകാനായിട്ട് എളുപ്പമുള്ള എക്സാമാണ്. ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമേ 72 താഴെ മാർക്ക് കിട്ടി അല്ലെങ്കിൽ ക്വാളിഫൈഡ് അല്ലാതെ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ സിനാരിയോ. അപ്പോൾ ഈ വർഷവും ഈ ഒരു റേഞ്ചുകൾ ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ ഈ സ്കോർ മാക്സിമം 600, 550, 575 അങ്ങനെ ഒരു റേഞ്ചിലേക്ക് വരാം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ഈ ചെറിയൊരു വ്യത്യാസം താഴോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ മാത്രമാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അപ്പം പലരും ചോദിക്കുന്നത് കുസാറ്റ് പോലൊരു കോളേജിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ട് സ്കോറാണ്. അപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ ഇതൊരു പെർസെൻറ്റേജും കൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ സ്കോർ കാർഡ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് വരുന്നതിനൊപ്പം തന്നെ മൊത്തം റിസൾട്ട് വരുന്നൊരു പെർസെൻറ്റേജിലും കാണാൻ സാധിക്കും. അപ്പം ടോപ്പ് പെർസെൻറ്റേജ് അപ്പം ഏറ്റവും ഫസ്റ്റ് റാങ്ക് കിട്ടിയ 100% അങ്ങനെയാണ് താഴോട്ട് പെർസെൻറ്റേജ് വരുന്നത് നിങ്ങളുടെ റിലേറ്റീവ് പൊസിഷൻ. അപ്പം ഇതുപോലെ തന്നെ ഒരു 400 മാർക്കിന് മുകളിലോട്ടൊക്കെ ഉള്ളതൊക്കെ ഹൈ ചാൻസ് ആയിട്ട് വേണമെങ്കിൽ കാണാം. കുസാറ്റ് പോലെ ഒരു കോളേജ് അഡ്മിഷൻ കിട്ടാനായിട്ട് ഈ ടോപ്പ് റാങ്കിലുള്ള എത്ര പേര് ഇവിടെ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നു. ഇവരൊക്കെ തന്നെ പലപ്പോഴും സിമാറ്റും മറ്റ് എക്സാംസും ക്യാറ്റൊക്കെ എഴുതിയ ആൾക്കാരും ഇതിനകത്ത് ഉണ്ടാകാം. അപ്പോൾ അത് പലരും കേരളത്തിൽ അപ്ലൈ ചെയ്യണം നിർബന്ധമല്ലേ ഈ ടോപ്പ് കോളേജിൽ കിട്ടിയ ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് 400-നും 350 മുകളിലോട്ടൊക്കെ ആണെങ്കിൽ കൂടുതൽ ചാൻസ് കുസാറ്റിലേക്ക് കിട്ടാനായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അഗെയിൻ GD ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. കുസാറ്റിലൊക്കെ സാധാരണ ഒരു കോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരു 1000-നടുത്ത് വിദ്യാർത്ഥികളെ GD ഇൻ്റർവ്യൂവിന് വിളിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 700-800 അങ്ങനെ എന്തൊക്കെ കണക്കിലാണ് അവർ വിളിച്ചിട്ടുള്ളത്. അപ്പം ഇൻ്റർവ്യൂ കോൾ കിട്ടാനായിട്ടുള്ള സാധ്യത കുറേ കൂടെ ലോവർ സ്കോറിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം GD ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്തതനുസരിച്ചായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളത് ആയിരിക്കും പറയാം. ഇനി മറ്റ് എക്സാം ക്യാറ്റും സിമാറ്റൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോർമലൈസ്ഡ് ആയിട്ടുള്ള സ്കോർ ആയിരിക്കും നമ്മളൊരു പരിഗണിക്കുക. അപ്പോൾ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ്, എക്സാമിൻ്റെ അനാലിസിസ്. അപ്പോൾ ഡിഫിക്കൽറ്റി അവർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എക്സാമിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നുന്നു. ചില പാർട്ടുകളിലുള്ള ഒരു വേരിയേഷനും ഉണ്ട്. അപ്പോൾ ഇതൊരു ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ആണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുവരെ കമൻറ്റ് ചെയ്ത ആളുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് പറഞ്ഞിട്ടുള്ളൊരു കാൻഡിഡേറ്റ് 578 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് റിസൾട്ട് എത്ര എക്സ്പെക്ട് ചെയ്യുന്നു? കഴിഞ്ഞ വർഷം 23 ഫെബ്രുവരി എക്സാം നടന്നു. മാർച്ച് 5-ാം തീയതി 6-ാം തീയതി ആയപ്പോൾ റിസൾട്ട് വന്നു. അപ്പോൾ ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് ഇത്തവണ എക്സാംസും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതേ റേഞ്ചിൽ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മൊത്തം ആൾക്കാരുടെ സ്കോറാണ് ആദ്യം കാണാൻ സാധിക്കുന്നത്. സെപ്പറേറ്റ് സ്കോർ കാർഡ് പിന്നീടാണ് ലഭ്യമാക്കുക. അപ്പോൾ സ്കോറിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസുകൾ രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം അങ്ങനെ അതേ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു 1 വീക്ക് ടൈമിനുള്ളിൽ നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ ആൻസേഴ്സ് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അങ്ങനെ ഫെസിലിറ്റി റെസ്പോൺസ് ഷീറ്റ് കാണാനുള്ള റെസ്പോൺസ് ഷീറ്റ് കാണാനുള്ള ഫെസിലിറ്റി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ഷീറ്റ് വെച്ച് നിങ്ങൾക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ സ്കോറായിട്ട് എന്തെങ്കിലും മിസ് മാച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് റേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണയും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത റിസൾട്ട് പ്രൊഫഷണൽ റിസൾട്ട് എന്നാണ് വിളിക്കുക. ആ പ്രൊഫഷണൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഒരു വരാൻ പോകുന്ന സ്റ്റെപ്പ്. അതിന് നെക്സ്റ്റ് പ്രൊഫഷണൽ റിസൾട്ടിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കാർഡ്
കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിൽ, അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതുപോലെ നിങ്ങൾ ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളുടെ സ്കോർ കാർഡ് കിട്ടും. ആ സ്കോർ കാർഡാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മറ്റ് ഒരു കോളേജിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ ഉള്ള നിങ്ങളുടെ സ്കോർ മാത്രമുള്ള ഒരു ഐഡി കിട്ടും. ഇനീഷ്യലി വരുന്നത് എല്ലാവരുടെയും കൂടെ ഒരു സ്കോറാണ്. പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇതൊക്കെയാണ് നെക്സ്റ്റ് വരാനുള്ള സ്റ്റെപ്പുകൾ. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ള തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള സമയം യൂണിവേഴ്സിറ്റികളിലൊക്കെ നേരിട്ട് അപ്ലൈ ചെയ്യണം. കുസാലിലെ പ്രോസസിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് കോളേജുകൾ, രാജഗിരി ചോദിക്കുന്ന ആൾക്കാരെ, മരിയൻ കോളേജ് ചോദിക്കുന്നു, SEMS അല്ലെ ഫറൂഖ് കോളേജ്, ഫിംസ്, സെയിന്റ് കിറ്റ്സ്, TKM ഇങ്ങനെയുള്ള ടോപ്പ് കോളേജുകളൊക്കെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അതായത് കോളേജുകളുടെ വെബ്സൈറ്റിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. മറ്റൊരു വീഡിയോ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കാം. അപ്പം അപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഓരോ കോളേജിന്റെ അപ്ലിക്കേഷൻ ഡെഡ്ലൈനും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ GD ഇന്റർവ്യൂ വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും ഡിമാൻഡുള്ള ചില കോളേജുകളിലൊക്കെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചില കോളേജുകളിലൊക്കെ തന്നെ GD ഇന്റർവ്യൂവിന്റെ സ്കോർ വളരെ പ്രധാനപ്പെട്ടായിരിക്കും. GDക്ക് ഇന്റർവ്യൂവിനും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ KMAT ഒരേ സ്കോർ കിട്ടി ഒരുപാട് പേരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ GD ഇന്റർവ്യൂവിന്റെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാം നന്നായിട്ട് അപ്പോൾ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മറ്റ് റിസോഴ്സുകൾ ഉപയോഗിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ അതിനുള്ള റിസോഴ്സുകളുണ്ട്. നമ്മൾ മെമ്പേഴ്സുള്ള സെഗ്മെന്റിൽ അതിനുവേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടുതൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ GD ഇന്റർവ്യൂ ട്രെയിനിങ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. വീഡിയോസുകൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോ റെലവൻ്റായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള GD ഇന്റർവ്യൂ മറ്റ് ട്രെയിനിങ്ങൾക്ക്, വരാൻ പോകുന്ന ട്രെയിനിങ്ങുകൾക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കണമെന്ന് ഓർപ്പെടുന്നു. സെക്കൻഡ് KMAT സെക്ഷന്റെ ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു 2 വീക്സ് കൂടെ കഴിഞ്ഞിട്ട് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലോഗിൻ ആയിരിക്കും അതിനുണ്ടാവുക. അപ്പം സെക്കൻഡ് KMAT താല്പര്യമുള്ള ആൾക്കാർ അത് വെയിറ്റ് ചെയ്ത ശേഷം മാത്രം ജോയിൻ ചെയ്യുക. തൽക്കാലം നിലവിൽ ഈ ഒരു പേജിൽ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നന്നാവുക. കാരണം നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു യൂണിറ്റ് ആയിട്ടായിരിക്കും അത്, അല്ലെങ്കിൽ പ്ലാൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. റിസൾട്ട് വരെ നമുക്ക് കൂടുതൽ വിശദമായി സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധപ്പെടുത്താം. മറ്റൊരു വീഡിയോയിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടോ റിപ്ലൈ ചെയ്യാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. വ്യൂസ് വിത്ത് യു another video. Bye bye.